പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. ഉച്ച കഴിഞ്ഞിട്ടുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി സ്നാക്സ് ഉണ്ടാക്കിയിട്ട് തുടങ്ങാം അല്ലേ. കുറേ ദിവസമായിക്കണ് ഫ്രൈഡ് ആയിട്ടുള്ള സ്നാക്സ് ഉണ്ടാക്കിയിട്ട്. പ്രത്യേകിച്ച് നമ്മൾ സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ആ ഒരു ടൈമുകൾക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നേരത്തെ തന്നെ അടുക്കളയിൽ കയറിയിട്ട് സ്നാക്സ് പരിപാടിയിലൊക്കെ റെഡി ആയിട്ടുണ്ട്, ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് നമ്മൾ സ്നാക്സ് ഉണ്ടാക്കുന്നത്. ഉപ്പ് ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ച് മാവ് മാറ്റി വെക്കുകയാണ്. അതിനുശേഷം നമ്മൾ തേങ്ങ ചിരണ്ടി എടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ശർക്കര എടുത്തിട്ട് പൊടിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആട്ടപ്പൊടിൻ്റെ കവറിലാക്കിയിട്ട് ഇതുപോലെ കല്ല് വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് ശർക്കര പൊടിയായിട്ട് കിട്ടും കേട്ടോ. നല്ലൊരു ഐഡിയ ആണത്. അങ്ങനെ നമ്മൾ ശർക്കരയും തേങ്ങയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവുണ്ടല്ലോ അത് കുഴച്ചിട്ട് പിന്നെ നമുക്ക് സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എനിക്ക് ഒരു ദിവസത്തിൽ നമ്മൾ പലവിധ കാര്യങ്ങളും കുക്ക് ചെയ്യുമല്ലോ അല്ലേ. അതിൽ ഏറ്റവും ടാസ്ക് പിടിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഒരു ഈവനിങ് സ്നാക്സ് കേട്ടോ. പ്രത്യേകിച്ച് സ്കൂളിൽ ഉണ്ടാകുന്ന ദിവസങ്ങളിൽ. അപ്പോൾ 3 ആളാണ് സ്കൂൾ വിട്ട് വരാനുള്ളത്. 3 ആൾക്കും 3 ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് ഉണ്ടാക്കുക എന്നുള്ളത് ഭയങ്കര ഒരു റിസ്ക് പിടിച്ച ഒരു സംഭവം തന്നെയാണ്. എന്തായാലും ഫ്രൈഡ് ആയിട്ടുള്ള എന്തായാലും അതെല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. പിന്നെ നമുക്ക് ഈ ചൊളാണ്ടിയിലെ രാഗി കുറുക്ക് അതുപോലെ നുറുക്ക് ഗോതമ്പ് അങ്ങനത്തെ ഒക്കെ ആകുമ്പോഴാണ് നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ വരിക കേട്ടോ. പിന്നെ അല്ലെങ്കിൽ അവിൽ കഴിച്ചത് അതൊക്കെ ആണെങ്കിൽ പറ്റും. പിന്നെ പഴം പുഴുങ്ങിയത് അതൊക്കെ അങ്ങനെയുള്ള കടികളാണ് ഞാൻ അധികം സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് കൊടുക്കൽ കേട്ടോ. അല്ലാതെ ബേക്കറി കടികൾ ഒരു വിധം കൊടുക്കാറില്ല. എന്നാൽ ചില ദിവസങ്ങളിൽ ചിലപ്പോൾ കൊടുത്തുനിന്നും വരും. അങ്ങനെ ചായയും കടിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് പിന്നെ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സ്റ്റിച്ച് ചെയ്യാണ്ടേനു. അപ്പോൾ നമ്മളെ മെഷീന് മേലെ സിറ്റ് ഔട്ടിലായതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ അവിടെ പോയി സ്റ്റിച്ച് ചെയ്യാൻ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് റെഡി ആകാണ്ട് ഇരിക്കുന്ന സമയത്ത് കാരണം താഴത്തുനിന്ന് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വിളി. അപ്പോൾ പിന്നെ അല്ലെങ്കിൽ ആരെങ്കിലും വന്നിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ അതിനെ ഇറങ്ങി വരും. അപ്പോൾ പിന്നെ മേലേക്ക് കയറിപ്പോലെ ഉണ്ടാവില്ല. അങ്ങനെ പിന്നെ ആ ഒരു സ്റ്റിച്ച് ചെയ്യുന്ന സംഭവം പാതി വഴിയിലവിടെ നിർത്തി വെക്കും. പിന്നെ അത് എന്തെങ്കിലുമൊക്കെ കാരം അത് ഉപയോഗിക്കുക. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ബെഡ്ഷീറ്റ് ഉണ്ടാക്കാൻ പോകണ്ടോ. ബെഡ്ഷീറ്റ് മറ്റേ കവറുണ്ടല്ലോ അലാസ്റ്റിക് വെച്ചിട്ടുണ്ടാണ് ബെഡ് കവർ. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ മുന്നേ നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്തിരിക്കണേ, അത് കണ്ടാൽ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇന്ന് അത് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് അത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇതിന് കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ കുഞ്ഞുമണിനെ ഉറക്കിയിട്ടാണ് ഞാൻ മേലെ കയറിപ്പോയത് കേട്ടോ. നമ്മളെ അമ്മിക്കുട്ടനെ ക്യാമറമാനാക്കിയിട്ട്. അപ്പോൾ ഇതിന് കുഞ്ഞുമണി നീച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇനി കൂടുതലൊന്നും പണി നടക്കില്ല, കാരണം ഓരോന്നും ആവാത്ത ഒരു പ്രായമാണല്ലോ. അതിൻ്റെ അടിയിൽ ഞാൻ കുറച്ച് നേരമൊക്കെ കുട്ടീനെയൊക്കെ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ ഈ ഒരു ഹോൾസ് ഇടുന്ന സംഭവം റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി അധികം ഈ ഒരു അലാസ്റ്റിക് വെച്ച് കൊടുക്കണം. അതാണ് മെയിൻ അടുത്ത പരിപാടി. ഞാൻ കുറച്ച് വീതിയുള്ള എലാസ്റ്റിക്കാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അത് ഞാൻ കുറേ മുന്നേ വാങ്ങി വെച്ചേനു. എലാസ്റ്റിക്കൊക്കെ ചളി പിടിച്ചിട്ടുണ്ട്. അപ്പം ഇനി ഇതിനുള്ളിൽ കൂടെ കോത്ത് കൊടുത്തിട്ട് ഈ ഒരു ക്യാപ്പും കൂടി ഫില്ല് ചെയ്താൽ നമ്മൾ ബെഡ് കവർ റെഡിയാവും കേട്ടോ. ആ കുഞ്ഞുമണി താത്തി ഇവിടെ കുത്തിരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എടുക്കുന്ന പണികളൊക്കെ നോക്കിയിട്ട് അങ്ങനെ ആ പണി ഏകദേശം തീർത്തിട്ട് ഞാൻ താഴേക്ക് ഇറങ്ങി വന്നു. അപ്പോൾ നമുക്കൊരു വിരുന്നുകാരുണ്ട് കേട്ടോ. എൻ്റെ അമ്മയാണ്. ഇമ്മ ബസ്സിലാണ് വന്നത്. ഇമ്മ വന്ന ബസ് ടയർ പൊട്ടിയിട്ട് പഞ്ചറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് കൊച്ചു ഉമ്മാനെ എടുത്ത് വന്നതാണ്. പക്ഷേ അമ്മ ടയർ പൊട്ടിയിൽ ബസ്സിൽ നിന്നും ആകെ എന്താ പറയുക പേടിച്ച് പോയതാ തോന്നുന്നുണ്ട്. വീട്ടിലെത്തിയിട്ടും അതിൻ്റെ ഒരു അന്താളിപ്പ് മാറിയിട്ടില്ല. ആകെ ഒരു വെപ്രാളത്തിലാണ്. അതാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ ബൈ.